മൺസൂൺ ഗ്രാൻഡ് പ്രിക്സിന്റെ അവസാനത്തെ ലൂപ്പായിരുന്നു, മത്സരമായിരുന്നു ഇന്ന് 15 കിലോമീറ്റർ നമ്മളിതാ യൂണിവേഴ്സിറ്റി ട്രാക്കിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 2 ബാക്കി ഷിജോ സാർ പറയും. നല്ല രീതിയിൽ ഇവിടെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെർച്വലായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്, എന്നാലും ഞങ്ങളിവിടെ ഫിസിക്കലായിട്ട് എല്ലാവരും കൂടിയിട്ട് ചെയ്തു. 5 ചെയ്തു, 10 ചെയ്തു, ഇന്ന് 15 ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ സന്തോഷം, നമ്മുടെ വെക്കേഷനിൽ നാട്ടിലുള്ള 2 പേര് അവിടെ കാക്കനാട് പോയിട്ടും ചെയ്തിട്ടുണ്ട്. അവര് ഇപ്പൊ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിൽ നല്ലൊരു മത്സരം തന്നെ ഈ 5 ദിവസങ്ങളിൽ 5 വീക്കിലായിട്ട് ഇത് നടത്തി. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം ഓരോ വീക്കിലും ലീഡർ ബോർഡ് മാറി മറിഞ്ഞു വരുന്നു. അതെല്ലാവരും ഭയങ്കര വാശയോടുകൂടി 5, 10, 15 അത് ചെയ്യണു. ചിലര് 5ഒക്കെ 2 പ്രാവശ്യം ചെയ്തവരൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് തന്നതിന് നമ്മുടെ പേരിൽ PB ചലഞ്ചേഴ്സിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ചലഞ്ചുകളിൽ വെർച്വലായിട്ട് വെക്കുക. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ആളുകളെ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്തായാലും ഇങ്ങനെയൊരു പരിപാടി അത് ഇന്ത്യയിൽ തന്നെ, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് നടത്തുന്നത്. എന്തായാലും വളരെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കേരള റൈഡേഴ്സിന്റെ, അതുപോലെ ഇവിടെ UAE മറ്റ് പാർട്ടിസിപ്പൻസും ഉണ്ട്, എല്ലാവരുടെയും പേരിലുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രദീപ് സാറ്, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. പുള്ളി ഇത് ഒരു സ്പോൺസേഴ്സോ അങ്ങനെ ഇല്ല, ഒരു സാധാരണ പല കോർപ്പറേറ്റുകൾ നടത്തുന്ന മാരത്തോണുകൾ ഉണ്ടാവും, അത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ഈ സ്പോർട്സ് എന്ന ഇതിന് മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പുള്ളിയുടെ ഒരു എഫേർട്ടിന് നമ്മൾ എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. താങ്ക്സ്. താങ്ക് യു വെരി മച്ച് PB ചലഞ്ചേഴ്സിന് നമ്മളുടെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ഇവന്റ് ഒക്കെ സംഘടിപ്പിച്ചതിന്. ബാക്കിയെല്ലാം ഷിജോബായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. ഇന്നത്തെ ക്ലൈമാറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? റൺ എങ്ങനെ ഉണ്ടായി? ഇവിടെ ഓൾറെഡി ചൂട് തുടങ്ങി. ബട്ട് ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു 6:30 അതിന് മുമ്പ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് നവാസ് ഭായ്. അതെ, നമുക്ക് പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ബട്ട് വി കുഡ് ഫിനിഷ് ഇറ്റ്. താങ്ക് യു. അതുപോലെ ഈ ഗ്രാൻഡ് പ്രിക്സ് ഓർഗനൈസ് ചെയ്ത നാട്ടിലെ നമ്മുടെ പ്രദീപേട്ടൻ എസ്പെഷ്യലി അതിന്റെ ബാക്കിയുള്ളതിന്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഈ വലിയൊരു സംരംഭം ഇത്രയും വലിയൊരു വിജയത്തിൽ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കേരള റൈഡേഴ്സിന്റെയും എൻ്റെ പേഴ്സണലായിട്ടും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇങ്ങനൊരു അവസരം തന്നതിൽ തീർച്ചയായും എൻ്റെ ഫസ്റ്റാണ് ഈ വെർച്വൽ റണ്ണ്. താങ്ക് യു. തീർച്ചയായും ഇങ്ങനെ അവസരം കിട്ടിയത് വളരെ അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നവാസ് ഭായ്. വെൽ ഡൺ. സൂപ്പർ. സൂപ്പർ. ഫിനിഷ്. യാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 3 ചലഞ്ച് വളരെ വിജയകരമായിട്ട് പൂർത്തിയായി. വളരെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റണ്ണ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കൊരു മടിയാണ്. റണ്ണിന് കുറച്ച് എഫേർട്ട് ഇടണം, പ്രത്യേകിച്ച് ലോങ് റണ്ണൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ചലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീം ഉണ്ടാകുമ്പോൾ നല്ല വരും. സാധാരണ നമ്മൾ പറയും നിങ്ങൾക്ക് സ്പീഡിൽ ഓടണം എന്നുണ്ടെങ്കിൽ എലോൺ ഓടാൻ, ഒറ്റക്ക് ഓടാൻ. കാരണം നമുക്ക് ഒറ്റക്ക് ഓടുമ്പോഴാണ് നമുക്ക് സ്പീഡിൽ ഓടാൻ പറ്റുള്ളൂ. ടീം ഉണ്ടാകുന്ന സമയത്ത് സ്ലോ ആയി വരും ഓട്ടോമാറ്റിക്കലി. അതേ സമയത്ത് നിങ്ങൾ ലോങ് ഓടണമെങ്കിൽ, ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടീമായിട്ട് ഓടിക്കോളാൻ പറയും. അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീമായിട്ട് ഓടുമ്പോൾ നമ്മൾ ഫോഴ്സായിട്ട് വരും. ഇപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 10-20 പേരുണ്ട്. കുറേ ആളുകളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. കുറേ ആളുകളൊക്കെ പോയി. അപ്പം യൂണിവേഴ്സിറ്റി ട്രാക്കിലാണ്. ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയറായി. ഷാർജയിൽ ഭാഗത്തുള്ളവർക്കൊക്കെ യൂണിവേഴ്സിറ്റി ട്രാക്കിൽ വരാമെന്നാണ്. ഇവിടെ ഇഷ്ടംപോലെ, ദുബായിലും ഷാർജയിലും എല്ലായിടത്തും ഇഷ്ടംപോലെ ഫെസിലിറ്റികളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാവുന്നുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രീം ആൻഡ് റിയാലിറ്റി ഈസ് ഡിസിപ്ലിൻ എന്ന് എവിടെ വായിച്ചു. നമ്മളൊരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിൽ അത് റിയാലിറ്റി ആയിട്ട് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ട് അത് ആഗ്രഹിച്ച് കൃത്യമായിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ. ഏതായാലും
ഗ്രാൻഡ് പിക്സ് മൺസൂൺ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അതേ സമയത്ത് ഞങ്ങൾക്ക് 100 days റൺ എന്ന് പറഞ്ഞ മറ്റൊരു ചലഞ്ച് പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും അതിൽ പെടും. ദെൻ താങ്ക് യു വെരി മച്ച്. മോർണിംഗ്. ഇല്ല, സ്ലിപ്പി. Hey, morning.